ഇത്രയും നാളും ഞാനൊരു നിർഭാഗ്യവതിയാണെന്ന് ആലോചിച്ച് കരഞ്ഞിരുന്നു. ഇപ്പൊ ഞാനൊരു വലിയ ഭാഗ്യവതിയാണെന്ന് ഓർത്ത് ഒരുപാട് ആനന്ദിക്കാറുണ്ട്. ആ ആനന്ദം തന്റെ കണ്ണുകളിലും സന്തോഷം തന്റെ ചുണ്ടുകളിലും ആ ആത്മതൃപ്തി തന്റെ മുഖത്തും കാണാൻ സാധിക്കണം. തന്റെ മുഖത്തുള്ള ആ പുഞ്ചിരി ഒരിക്കലും മാറ്റിവെക്കരുത്. ഏട്ടൻ എന്റെ കൂടെ തന്നെ ഇരുന്ന ഈ ചിരി ഒരിക്കലും മാഞ്ഞു പോവില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഏട്ടാ. എന്റെ മുഖത്ത് വിരിയുന്ന ഈ പുഞ്ചിരി ഓരോ നിമിഷവും ഏട്ടൻ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഓർമ്മക്കുറവ് സംഭവിക്കുമെന്ന് പേടിയുണ്ട് ഏട്ടാ. ശരിക്കും എനിക്ക് മറവി കൂടുതലാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നേ. ഇനി മുതൽ നല്ലപോലെ ഓർമ്മിച്ചു വെച്ചോണം എന്നെയും തന്റെ പുഞ്ചിരി. ആ വസുന്ധര, അമ്മ തന്ന താക്കോൽ താൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അമ്മ എനിക്ക് തന്നത് പെട്ടിയുടെ താക്കോലല്ല, എന്റെ മേലിൽ അമ്മയ്ക്കുണ്ടായിരിക്കുന്ന വിശ്വാസമാണ്. ആ പൂജ നടത്തിയ നല്ലത് സംഭവിക്കുമെന്ന് അമ്മയും അച്ഛനും വിശ്വസിക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് തന്നെ പൂജ നടത്തണമെന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം തന്നിരിക്കുന്നത്. അമ്മയും അച്ഛനും ഏട്ടനും ഏട്ടത്തെയൊക്കെ പൂജ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. പൂജയിൽ ഒരു പ്രശ്നവും വരാതെ താൻ വേണം നോക്കാൻ. ഉറപ്പായിട്ട് നോക്കിക്കോളാം. ഒരു തടസ്സവും വരാത്ത രീതിയിൽ പൂജ നന്നായിട്ട് നടക്കും ഏട്ടാ. ആ കാര്യത്തിൽ ഏട്ടൻ ധൈര്യമായിട്ട് ഇരുന്നോ. അതുപോലെ പൂജയ്ക്ക് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഞാനും ഏട്ടനും അഖിലും കൂടെ പോയി വാങ്ങിക്കൊണ്ടുവരാം. ഏട്ടന്റെ ഭാസ്കരേട്ടന്റെ ആവശ്യമൊന്നുമില്ല. എന്തൊക്കെ വേണമെന്നുള്ള കാര്യം അഖിലിനോട് പറഞ്ഞിട്ടുണ്ട്. അവനത് വാങ്ങിയിട്ട് വന്നോളും. ഓ, അതിനുള്ളിൽ ഏട്ടത്തിന്റെ കയ്യിൽ നിന്ന് അനിയന് ഓർഡറൊക്കെ പോയെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ ഓഫീസിലേക്ക് പോയിട്ട് വരാം. സ്മൈൽ പ്ലീസ്. കുട്ടികളെ, എല്ലാവരും ഹോംവർക്ക് ചെയ്തോ? ചെയ്തു മാസ്റ്റർ. വെരി ഗുഡ് കുട്ടികളെ. ഹോംവർക്ക് ഒന്ന് കാണിച്ചേ. എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ പോയി എടുത്തിട്ട് വരാം. എന്താ ആന്റി, ഇത്രയും ഫ്ലാസ്ക് ഒക്കെ എന്തിനാ? ട്യൂഷൻ മാസ്റ്റർക്ക് വേണ്ടിയാ. ഇത് ജിഞ്ചർ ടീ, ഇതില് ഗ്രീൻ ടീ, പിന്നെ ഇത് മസാല ടീ. ഇത്രയും വെറൈറ്റി ടീ എന്തിനാ? അത് പിന്നെ അദ്ദേഹം ഏത് ടീയാ കുടിക്കുന്നെന്ന് എനിക്ക് അറിയില്ലല്ലോ. ആദ്യം അയാള് ടീ കുടിക്കുമെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഞാൻ എന്റെ കൈകൊണ്ട് കൊടുത്താ എന്തുകൊണ്ട് കുടിക്കില്ല? പാവം, അയാളെ ഡിസ്റ്റർബ് ചെയ്യല്ലേ ആന്റി? ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യല്ല മോളെ, അദ്ദേഹമാണ് എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. എന്റെ ഹൃദയത്തിലെ മണിയടിച്ചത് അദ്ദേഹമാണ് എന്റെ പ്രിയതമനെന്ന് എന്റെ മനസ്സ് എന്നോട് പറഞ്ഞു. എന്നുവെച്ചാ അയാളെ കൊല്ലാന്ന് തന്നെ നിങ്ങൾ തീരുമാനിച്ചല്ലേ? പൊക്കോ, നിങ്ങളെ തിരുത്താനേ പറ്റില്ല. നിനക്കെന്നെ കാണുമ്പോ അസൂയ. ശരി മാസ്റ്റർ. വെരി നൈസ്. ഇന്ന് നമുക്ക് പുതിയൊരു പാഠം പഠിക്കാം. അതെന്താന്ന് വെച്ചാ, ആ കാലത്ത് എന്താണ്? ടീ കുടിക്കും മാഷേ. എനിക്കിപ്പോ ചായ വേണ്ട. ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. അപ്പൊ അത് കുടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തോ പറഞ്ഞത്? കുടിക്കാൻ പറ്റില്ല എന്ന് പറയുമായിരുന്നു മാഡം. അയ്യോ, എന്താ ഇത്?
എന്നെ മാഡം എന്നൊന്നും വിളിക്കല്ലേ. സുമംഗലി എന്നോ സുമ എന്നോ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് സു എന്ന് വിളിച്ചാലും മതി. സു എന്നൊക്കെ വിളിക്കുന്നത് ഒട്ടും തന്നെ കൊള്ളത്തില്ല അമ്മൂമ്മ. വെറുതെ ഇങ്ങനെ ശല്യം ചെയ്യാതൊന്ന് പോ അമ്മൂമ്മേ. ഞാൻ മുത്തശ്ശിയെ വിളിക്കട്ടോ അതോ പോന്നോ? കുട്ടിപ്പിച്ചാച്ചുക്കളെ, ഞങ്ങളുടെ സ്നേഹത്തിന് നിങ്ങളാ വിലങ്ങുതടി. നിന്നൊക്കെ ഞാൻ പിന്നെ കണ്ടോളടി. 8 + 7 is 15. പറയൂ. 8 + 7 8 + 7 15. അതുപോലെ 5 + 6 11. 10 + 1 11. അതുപോലെ 5 + 6 is equal to 11. 9 + 3 12. വെരി ഗുഡ്. നമ്മൾ ആരെങ്കിലും ആഗ്രഹിച്ച അവരെ തന്നെ ഇഷ്ടപ്പെട്ട് നോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ സ്നേഹം അവരെ വീഴ്ത്തൂന്നാ പറയാറ്. ഞാൻ എത്ര നേരം കൂടെ നോക്കിക്കൊണ്ടിരിക്കുക. എന്റെ നോട്ടം എന്തോ അദ്ദേഹത്തെ വീഴ്ത്താത്തെ. കുത്തി 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 കുത്തുകൊണ്ടേ കുത്തുകൊണ്ടേ കുത്തുകൊണ്ടേ. ആന്റി 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 എന്താ കുത്തിയത് ആന്റി? അവസാനം അദ്ദേഹം ഒന്ന് ചൊറിഞ്ഞു. കുട്ടികളെ, ഇന്നത്തെ ക്ലാസ് മതിയാക്കാം. ഞാൻ പോയിട്ട് നാളെ വരാം. ബൈ. മാഷേ, എന്താ വേണ്ടത്? നാളെ ഉറപ്പായിട്ടും വരില്ലേ? ജീവനുണ്ടെങ്കിൽ വരാം. കുറുമ്പൻ എന്തൊക്കെ പറയുന്നേ? നാളെ പൂജയുള്ളതാ, ഉറപ്പായിട്ടും വന്നേ പറ്റൂ. നാളെ പൂജയാണോ അതോ ഇവരുടെ കൈ കൊണ്ട് എന്റെ ജീവൻ പോകുന്ന ദിവസമാണോ? എന്നാ പോയിട്ട് വരാം. ഇത് അദ്ദേഹം കുടിച്ച ചായക്കപ്പ. ഇത് അദ്ദേഹം കഴിച്ച പഴത്തിന്റെ തൊലി. ഇത് അദ്ദേഹം കഴിച്ച ഓറഞ്ചിന്റെ തൊലി. ഇത് അദ്ദേഹം എഴുതി എഴുതി തീർത്ത ചോക്ക് പീസുകൾ. എന്തൊക്കെയായി ചെയ്യുന്ന ആന്റി? എന്റെ പ്രണയ ഓർമ്മകളെ ഞാൻ ശേഖരിക്കുക. എന്താ? അദ്ദേഹത്തിന്റെ സ്വീറ്റ് മെമ്മറീസിനെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കുക. ഇതൊക്കെയാണോ മെമ്മറീസ്? അല്ലാതെ പിന്നെ നിങ്ങൾക്ക് വട്ട് കൂടിയെന്നാ തോന്നുന്നേ. പ്രണയം ഒരു ഭ്രാന്താണ് കുട്ടി. ആ ഭ്രാന്തിൽ ഞാനൊരു ഭ്രാന്തൻ കവിത എഴുതിയിട്ടുണ്ട്. അത് ചൊല്ലി തരട്ടെ? നിങ്ങള് വാ തുറക്കേ ചെയ്യരുത്. ആദ്യം കണ്ണടക്കി പറയട്ടെ. അതെന്തിനാ? എനിക്ക് എസ്കേപ്പ് ആകാനാ. മോളെ, ഈ കാലത്തെ കുട്ടികൾക്ക് എന്റെ പ്രണയം എങ്ങനെ മനസ്സിലാവാനാ? കാർത്തിക, നീ സ്വീറ്റ്സ് വേണമെന്ന് പറഞ്ഞില്ലേ? ഇതാ വാങ്ങിയിട്ടുണ്ട്, പിടിക്കേ. നീ എന്താടി ചെയ്തോണ്ടിരിക്കുന്നെ? എന്ത് പറ്റി അഖിൽ? നിന്റെ മൈൻഡ് ഇവിടെ എങ്ങനെ തന്നെയാണോ?
ശരീരം ഇവിടെയും മനസ്സ് വേറെ എവിടെയൊക്കെയാ. അതിനുവേണ്ടി ഇവിടെ എന്താ പറ്റിയത്? എന്താ പറ്റിയെന്നോ? എടി സ്വീറ്റ്സ് താഴെ പോയി നോക്ക. നീ സ്വീറ്റ്സ് വേണമെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നത്. എന്നിട്ട് താഴെ ഇട്ടു. നിനക്ക് അത്രയ്ക്ക് ബോധമില്ലാണ്ടായോ? സോറി അഖിൽ, ഞാൻ ശ്രദ്ധിച്ചില്ല. അതാ ഞാനും പറഞ്ഞത്. വരെ വരെ നിനക്ക് ഒരു ബോധവും ഇല്ലാണ്ടായിരിക്കുന്നു. ഓരോ ദിവസം നീ എന്നെ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുക. അതിന് ഞാൻ എന്താ ചെയ്ത അഖിൽ? എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുക. നിന്റെ അമ്മ വഴക്കു പറയും. ഇപ്പൊ നീയും തുടങ്ങിയോ? എടി നീ തെറ്റിയുന്നുണ്ടല്ലേ നിന്നെ വഴക്ക് പറയുന്നത്. വെറുതെ ഒന്നും വഴക്ക് പറയില്ല. എന്ത് തെറ്റ്? എല്ലാവരും മനഃപൂർവ്വമാണ് എന്നെ അപമാനിക്കുന്നത്. വസുവേട്ടത്തെ ഹൈലൈറ്റ് ചെയ്ത് എന്നെ ഡീഗ്രേഡ് ചെയ്യുന്നു. ഇനഫ് കാർത്തിക, നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ച് മാത്രമേ നമുക്ക് റെസ്പെക്ട് കിട്ടൂ. ഓഹോ, എനിക്കില്ലാത്ത എന്ത് കാര്യാ ആ വസുവേട്ടത്തിക്കുള്ളത്? നീ അത് സ്വയം ഇരുന്ന് ആലോചിച്ച് നോക്കടി. നിന്റെ ക്വാളിഫിക്കേഷൻ എന്താ, കാലിബർ എന്താന്നൊക്കെ ചിന്തിച്ചു നോക്ക്. ചെയ്യാൻ പറ്റുന്നുള്ള ആത്മവിശ്വാസം ഉണ്ടെങ്കിലേ ഏത് ജോലി ഏൽപ്പിക്കൂ. നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്ന് മനസ്സിലാക്കിയ പിന്നെ നിന്നെ മാറ്റി നിർത്തുക എന്നല്ലാതെ പിന്നെ എന്താടി ചെയ്യാ? എടാ കൊച്ചുമോനെ, എന്താണ് അവിടെ ഒരു വഴക്ക്? നോക്ക് ആന്റി, എനിക്കൊന്നും ചെയ്യാൻ അറിയില്ലേ. എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ലെന്നാ പറയുന്നേ. പിന്നെ അല്ലാതെ നീ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയാ. നിന്റെ അച്ചീവ്മെന്റ് ഒരെണ്ണം പറയടി. എല്ലാം നശിപ്പിക്കാനല്ലാതെ നിനക്ക് എന്തറിയാന്നാ? അങ്ങനെ മോത്ത് നോക്കി പറയാതെടാ, അവക്കത് വിഷമാവില്ലേ? വിഷമിച്ചിട്ട് കാര്യമില്ല. ഉത്തരവാദിത്ത ബോധം വേണം. അവൾ ഇപ്പോഴൊരു കൊച്ചുകുട്ടിയല്ലേ. പ്രണയിച്ച് നീ അല്ലേ കൂട്ടിക്കൊണ്ടുവന്നത്. പയ്യെ പയ്യെ എല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. എന്താ ഇളയമേ, ഇവളെ സപ്പോർട്ട് ചെയ്യാൻ വന്നതാണോ? ശരിക്കും നിങ്ങൾ തന്നെ ഒരു പേപ്പർ വെയിറ്റ്. ആ പേപ്പർ വെയിറ്റ് കൊണ്ട് ആൾക്കാർക്ക് എന്തെങ്കിലും പ്രയോജനങ്ങളും ഉണ്ടാവും. നിങ്ങളെ കൊണ്ട് ഒരു ചുക്കുമില്ല. തിന്നണം, നന്നായിട്ട് ഉറങ്ങണം, പിന്നെ ഈ നാശം പിടിച്ചവളെ ഇല്ലാതാക്കുക വേണം. ഒന്നുമില്ലെങ്കിൽ ഈ വീട്ടിലെ സമാധാനം കെടുത്തും. ഇതല്ലേ നിങ്ങൾ ചെയ്യുന്ന പണി? എന്നോടുള്ള ദേഷ്യം ആന്റിയുടെ മേൽ തീർക്കുവാണ്. രണ്ടെണ്ണം ഒന്നുപോലെ തന്നെയാ. രണ്ടും ഒന്നാം തന്നെ കൂട്ടുകളികളും. നിങ്ങളൊരു സ്പോയിലർ, നീ ആണെങ്കിൽ ബോയിലറും. നിങ്ങൾ ഈ വീട്ടിൽ നിൽക്കേണ്ടവരൊന്നും അല്ല. ഏതെങ്കിലും കാട്ടിനകത്ത് മൂങ്ങയായോ കഴുകനായോ വല്ല ഇരിക്കേണ്ടതായിരുന്നു. മാറങ്ങോട്ട്. എന്താ മോളെ, നിനക്ക് വിഷമായോ? അവൻ പറയുന്ന കാര്യാക്കണ്ട. ഇതുപോലെ എത്ര വഴക്ക് നമ്മൾ കേട്ടതാ. ഇതിനൊക്കെ നമ്മൾ മറികടക്കണം. ഏട്ടത്തി പറഞ്ഞതൊക്കെ ഞാൻ കാര്യാക്കുന്നില്ല ആന്റി. പക്ഷെ അമ്മ പറഞ്ഞതുണ്ടല്ലോ, എനിക്ക് സഹിക്കാനാവില്ല. ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. അപ്പോ നിന്റെ അമ്മായിയോട് നേരിട്ട് ചെന്ന് മുട്ടാനാ പ്ലാൻ? ഇല്ല, അമ്മയെ ഞാൻ സപ്പോർട്ട് ചെയ്ത് വസുവേട്ടത്തിക്ക് നല്ല പണി കൊടുക്കാൻ പോവാ. എന്താണ് ഇനി ചെയ്യാൻ പോന്നേ? പണി കൊടുക്കാൻ പോകുന്നത് ഞാനല്ല, എന്റെ മോം. നാളെ എന്റെ മോം വരും. എന്തു പറഞ്ഞേ? നാളെ അമ്മ വരുന്നോ? വന്നിട്ട് എന്ത് ചെയ്യാൻ പോവാ? എന്നെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് വസുവേട്ടത്തെ അപമാനപ്പെടുത്തി നാണം കെടുത്താൻ പോവാണ്. എങ്ങനെടി? എന്ത് പ്ലാനാ ചെയ്യാൻ പോന്നേ? അതെനിക്കെങ്ങനെ അറിയാം? നാളെ എന്റെ മോം വന്നു കഴിഞ്ഞിട്ടറിയാം. ഇത്രയും വലിയൊരു പാവത്തില് അല്ല, പ്ലാനിൽ എന്നെ കൂടി ചേർക്കില്ലേ? നിങ്ങളെന്താ എന്നെ കൂടി കൂട്ടില്ലേ? എന്റെ ഉള്ളിലുള്ള വില്ലത്തിയെ നിങ്ങൾ യൂസ് ചെയ്യില്ലേ? മോം വരുമ്പോ ചോദിക്ക്. എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അപ്പോ നാളെ വസുവിന്റെ കാര്യം കട്ട പോകാം. അവളുടെ കരച്ചിൽ എനിക്കൊന്ന് കാണണം. ഗുഡ് മോർണിംഗ് അമ്മേ. ഗുഡ് മോർണിംഗ് ഉണ്ണി. അനീത്തിമാര് ഉറങ്ങി എഴുന്നേറ്റോ? ഇതുവരെ എഴുന്നേറ്റില്ല അമ്മ. അമ്മയ്ക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ? നീ എന്ത് ചെയ്യാനാ ഉണ്ണി? ഞാൻ കോലം ഇട്ട് തരാം, അല്ലെങ്കിൽ അമ്മയിട്ട കോലത്തില് കളേഴ്സ് ഇട്ട് തരാം.
നീ കോലം ഇടാൻ പോകുന്നെന്നോ? അതൊന്നിട്ടാല് അന്ന് നിങ്ങളെ ലേഡീസ് എല്ലാം സ്ട്രൈക്ക് ചെയ്ത സമയത്ത് ഞങ്ങൾ ആമ്പിള്ളേരെല്ലാം അടുക്കള ജോലികളും വീട്ടു ജോലികളും നന്നായിട്ട് ചെയ്തില്ലേ? ഇന്ന് ഞങ്ങൾ ഒരു സ്ട്രൈക്കും ചെയ്യാൻ പോകുന്നില്ല മോനെ. അതുകൊണ്ട് നീ ജോലി ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. അവിടെ വെറുതെ ഇരുന്നാ മാത്രം മതി. ശരി. ഗുഡ് മോർണിംഗ് അച്ഛാ. ഗുഡ് മോർണിംഗ് ഉണ്ണി. അല്ല, എന്താ ഇത് വലിയ കോലമൊക്കെ ഇട്ടിരിക്കുന്നു? ഇന്ന് നല്ലൊരു ദിവസമല്ലേ, വീട്ടിൽ നിന്ന് പൂജയും നടക്കുന്നുണ്ടല്ലോ. അപ്പോ ഞാനിനി അപ്പുറത്തേക്ക് എങ്ങനെയാ പോകുന്നത്? എങ്ങനെ വേണമെങ്കിലും പൊയ്ക്കോ, പക്ഷെ ഞാനിട്ട കോലത്തിൽ ചവിട്ടാൻ പാടില്ല. നടക്കാൻ വേണ്ടി കുറച്ച് സ്ഥലമെങ്കിലും ഇടായിരുന്നില്ലേ? കോലം നമ്മുടെ വീടിന്റെ മുന്നിലാ ഇടേണ്ടത്. അതുമാത്രമല്ല, ജോഗിങ് ചെയ്യുന്ന ആൾക്ക് ജമ്പ് ചെയ്യാൻ എന്താ അറിയില്ലേ? ഏട്ടന്റെ ഇഷ്ടം. ജമ്പ് ചെയ്ത് പോവുകയോ ഉരുണ്ടു പോവുകയോ എഴഞ്ഞു പോവുകയോ ചെയ്തോ, പക്ഷെ കോലത്തിൽ മാത്രം ടച്ച് ചെയ്യാതെ ഇവിടുന്ന് പോകണം. എക്സ്ക്യൂസ് മീ, ജമ്പിങ്ങിനെ കുറിച്ച് താനെന്നെ പഠിപ്പിക്കാൻ നിൽക്കല്ലേ? ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഫ്രോഗ് ജമ്പ്, ഇതെല്ലാം എനിക്ക് വളരെ ഈസി അല്ലേ? ഓഹോ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ കോലത്തിൽ ടച്ച് ചെയ്താ ഞാൻ ഏട്ടന് പണിഷ്മെന്റ് തരും. ഓ, കോലത്തില് തൊടാതെ പോവുകയാണെങ്കിൽ തന്നെ എനിക്ക് പണിഷ് ചെയ്യാലോ അല്ലേ? കോലത്തിൽ ടച്ച് ചെയ്തൊന്ന് ജമ്പ് ചെയ്ത് നോക്കിട്ട് പറ. ഓ, ഒരു പൊടി ടച്ച് ചെയ്യാതെ തന്നെ ഞാൻ പോവും. എന്താ കാണണോ? ബെറ്റ്? ഇത് ട്രയൽസ് ആയിരുന്നു. നെക്സ്റ്റ് റിഹേഴ്സ്.